സതീശൻ. സ്ത്രീ സുരക്ഷാ പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഭാഗമല്ലെന്ന് വി ഡി സതീശൻ. സാമൂഹ്യക്ഷേമ പെൻഷൻ ഉത്തരവ് നാളെ ഇറങ്ങും. ഗുണഭോക്താക്കളുടെ കാര്യം പരിശോധിക്കുമെന്നും വി ഡി സതീശൻ നിയമസഭയെ അറിയിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചതിൽ എക്സൈസ് മന്ത്രി എം ലിജു മുഖ്യമന്ത്രിയെ കാണും. എക്സൈസ് വകുപ്പിനെ അറിയിക്കാതെയുള്ള തീരുമാനത്തിൽ പ്രതിഷേധം അറിയിക്കും. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നിയമസഭയിലാകും കൂടിക്കാഴ്ച. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച അംഗനവാടി ജീവനക്കാരി മരിച്ചു. മരിച്ചത് പെരുമാട്ടി സ്വദേശിനി ഗീത. ഈ വർഷം ജില്ലയിലെ 6ാമത്തെ ഡെങ്കിപ്പനി മരണം. 24 മണിക്കൂറിനിടെ പകർച്ചവ്യാധി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3ആയി. ഡെങ്കിപ്പനി, എലിപ്പനി കേസുകൾക്കൊപ്പം ചിക്കൻ ബോക്സ് വ്യാപനത്തിലും ആശങ്ക. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിലുള്ളവർ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ശിവസേന ഉദ്ധവ് വിഭാഗത്തിലെ പിളർപ്പ് പരസ്യമാക്കുന്നു. വിമതപക്ഷത്ത് നിൽക്കുന്ന 6 എംപിമാർ ഇന്ന് മാധ്യമങ്ങളെ കാണും. 2 മണിക്ക് വാർത്താ സമ്മേളനം. ഷിൻഡെ വിഭാഗത്തിൽ ലയിക്കുന്നതായി പ്രഖ്യാപിച്ചേക്കും. ലോകകപ്പിൽ ചരിത്ര വിജയം നേടി ഈജിപ്ത്. ന്യൂസിലൻഡിനെ തോൽപ്പിച്ചത് 1-3 ഗോളുകൾക്ക്. സൗദിയെ 4 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ. ഉറുഗ്വയെ സമനിലയിൽ തളച്ച കേപ്പ് വെർദെ. അർജന്റീനയും ഫ്രാൻസും ഇന്നിറങ്ങും. ഗോൾ നേടിയാൽ മെസ്സിക്ക് ലോകകപ്പ് റെക്കോർഡ്.